ഗായ്സ് അങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു എക്സസ്റ്റ് ചേഞ്ച് ചെയ്യണ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ എക്സസ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പോണത് നമ്മുടെ സ്വന്തം Ns200 ആണ്. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സ്റ്റോക്ക് എക്സസ്റ്റ് മാറ്റാന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് വരുത്തിയിട്ടാണ് ഇതിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ അയച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ആ ഒരു സൈലൻസർ ഈ ഒരു ബൈക്കിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു സൗണ്ടിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും വലിച്ചു കിട്ടണമല്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഊരാൻ കുറച്ച് എളുപ്പമായിരുന്നു, പക്ഷേ എങ്ങനെയാണ് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ. എന്തായാലും നമുക്കത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ബെൻ പൈപ്പും അതേപോലെ തന്നെ എക്സിസ്റ്റും നമുക്കെടുക്കാം. ഓൾറെഡി ഈ ഒരു ബൈക്കിൽ എക്സിസ്റ്റ് ഇല്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾക്കാം. അതായത് എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പൊന്നെ, ഇത് ശരിക്കും ഒരുമാതിരി എന്താ പറയുക, ചെവിയിലൊക്കെ ഇങ്ങനെ തറച്ച് കയറണ പോലത്തെ ഒരു സൗണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്ക് നമ്മുടെ എക്സസ്റ്റ് വണ്ടിയിൽ കയറ്റാൻ നോക്കാം. അതിന് മുമ്പ് നമ്മളിത് സ്ക്രൂ ഒന്നും ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ഓടിച്ചൊന്നും കാണിക്കണമെന്നില്ല. ജസ്റ്റ് ബെൻ പൈപ്പ് സെറ്റ് ചെയ്യണോ, എക്സസ്റ്റ് വെക്കണോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണു. അത്ര മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ബെൻ പൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. സെൻട്രൽ സ്റ്റാൻഡിൽ ഇടേണ്ടി വരും. ഇത് സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടോ, അതുകൊണ്ട് ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ബെൻ പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാമ്പ് കഴിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ടല്ലേ ഇതെന്തായാലും ഊരി എടുക്കേണ്ടി വരൂടാ, അല്ലാണ്ട് അത് കയറില്ല. ക്ലാമ്പ് ഊരി 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 കേറൂടാ 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 കേറുന്നില്ലേ? നൈസായിട്ട് പണി പാളി ഗൈസ്. ഇതിൻ്റെ എക്സസ്റ്റ് ആ ഒരു ബെൻ പൈപ്പ് നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് സൈലൻസർ ഈ ഒരു നിലയ്ക്ക്. ജസ്റ്റ് ആ ഒരു സൗണ്ട് കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ടയർ വീലിൻ്റെ ഭാഗം അയച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി സെറ്റായിട്ടാണ് സംഭവം ഇരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിയാവുമെന്ന് നോക്കി നോക്കാം. ആ സെറ്റ് പൊളിച്ചു. അയ്യോ, ഇടയ്ക്ക് ഇളക്കി വരണ്ടല്ലോ. അടിപൊളി സൗണ്ടാണ് കേട്ടോ. എന്താ പറയുക, ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാനുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ല വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ. നമുക്ക് ആ ഒരു ബെൻ പൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചിട്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. സൗണ്ട് എങ്ങനെയുണ്ടോ? പൊളിച്ചില്ലേ? എനിക്കിപ്പോൾ ഇത്രയും വണ്ടികളിൽ കയറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു വണ്ടിയിൽ കയറ്റിയപ്പോഴാണ് കേട്ടോ. അതൊന്നും ഊരിയേ. ഇനി ഈ സൈലൻസർ ഇല്ലാത്ത സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഊരിയടാ. ഓ, ഇപ്പം ഇത്തരം ബോൾട്ടാണ് ഇതിൻ്റെ എക്സിസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഊരിയെടുത്തേക്കണത്. ഒരുപാട് ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അഴിക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഭാഗം ടയറുമ്മ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മളൊരു വിധത്തിൽ ഇത് അഴിച്ചെടുത്തു. ഇനി തിരിച്ച് കയറ്റണ സമയത്താണ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു എക്സസ്റ്റിൻ്റെ താഴെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ശരിക്കും സ്റ്റോക്ക് ബൈക്കിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടോ, ഓൾറെഡി 2 ചെറിയ ഹോൾ ഇതുമ്പോൾ എടുക്കുന്നുണ്ട്. വണ്ടിക്ക് സൗണ്ട് പോരാന്ന് തോന്നുമ്പോൾ ഇതേപോലെ എക്സസ്റ്റ് അയച്ചിട്ട് അടിയിലൊരു തുളയിട്ടാൽ മതിയിട്ടാണ്. ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ ജസ്റ്റ് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിങ്ങനെ കയറ്റുന്നതാണ്. ഇതാ സ്റ്റാൻഡുമ്പോൾ തട്ടണതാ. അനുസരിച്ച ഷിറ്റ് പെട്ടുന്നുണ്ട് ഗൈസ്. ഇത് ഊരാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഫിറ്റ് ചെയ്യാൻ എന്തോ. ഓ, ഇതുമ്പോൾ തട്ടണ്ടാ. നിക്ക് ഇത് ആദ്യം മുകളിൽ കയറ്റി. ഓക്കെ, എന്ത്
പെട്ടാ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാണ്ട് ഈ ഒരു സംഭവം ടയർമോ അറിയുന്നുണ്ട്. കൈ മടിച്ചാ കൈ മടിച്ചാ നീ അങ്ങോട്ട് ചെരിച്ചേ കയറിയാ? ഓ ചിരിച്ചു പിടിച്ചപ്പോൾ പെട്ടെന്ന് കയറി. ഏകദേശം ഒരു 10-15 മിനിറ്റായി നമ്മളിത് മുകളിൽ നടക്കുന്നത്. ഇപ്പോഴാണ് ഈ ഒരു സംഭവം ആ ഒരു ബെൻ പൈപ്പിൻ്റെ ഉള്ളിൽ കയറിയത്. ഇനി ഇതിൻ്റെ ബോൾട്ടുകളൊക്കെ എങ്ങനെയാണ് എവിടേക്കാണ് വരുന്നത് ജസ്റ്റ് പറയാട്ടോ. നമുക്ക് ആദ്യം മുകളിൽ 2 ബോൾട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ അടിയിൽ 2 ബോൾട്ടുകൾ വരുന്നുണ്ട്. അയ്യോ ആ ബോൾട്ട് അതിനുള്ളിൽ പോയി, ബോൾട്ട് അതിനുള്ളിൽ പോയിടാ. അടുത്ത പണി കണ്ടോ, കാണാണ്ടോ? ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ അതെ, വല്ലാത്തൊരു ടാസ്കായി ഗൈസ്. ടൂൾസ് വരെ നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ളതല്ല ചേട്ടാ. നമ്മളിപ്പോൾ ടീയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടിയിൽ 2 ബോൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബ്രേക്ക് ലീവറിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇനി ഈ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബെൻ പൈപ്പും വന്നിട്ടുള്ള ക്ലാമ്പും കൂടെ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് ഞാൻ കേൾപ്പിക്കാം ഗായ്സ്. അപ്പോൾ സ്റ്റോക്ക് എക്സിസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ആ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. അതായത് എക്സിസ്റ്റൻ്റെ അടിയിൽ ഹോൾ ഇട്ടതിന് ശേഷമുള്ള സൗണ്ട്. ഇപ്പോൾ നമ്മുടെ 2012-13 മോഡൽ ഡ്യൂക്ക് 200ൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ BS6 എഡിഷൻ NS200 ഒക്കെ പോലത്തെ സൗണ്ടായി വണ്ടിയുടെ. പക്ഷേ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വല്ല മണ്ണിലൊക്കെ ആവണ സമയത്ത് നല്ലപോലെ തന്നെ ആ ഒരു പൊടി പാറണ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട്, കാരണം എന്താ വെച്ചാൽ ഞാനിത് ഒറ്റയ്ക്ക് ഈ ഒരു സംഭവം അയച്ചെടുത്തിട്ട് മറ്റേത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം ഈ ഒരു വണ്ടിയും ഇരിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് അവൻ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു എക്സിസ്റ്റ് നമ്മൾ അയച്ചു മാറ്റിയത്. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. വണ്ടി ശരിച്ച് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതേപോലെ എക്സിസ്റ്റും കാര്യങ്ങളൊക്കെ അഴിക്കാം. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഹോൾ ഇടണമെങ്കിൽ ഹോൾ ഇടാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ടൂൾസ് ഇല്ലാത്തതിൻ്റെ പേരിലും നല്ലൊരു പെൻ പൈപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലും നമുക്ക് അത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 3 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെക്ക് ചെയ്യാൻ പറ്റി. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് എക്സിസ്റ്റ് ഇല്ലാണ്ട് വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഇരിക്കും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എക്സിസ്റ്റിൻ്റെ അടിയിൽ ഓട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൗണ്ട് എങ്ങനെ ഇരിക്കും. പിന്നെ ആ ഒരു 70,000 രൂപയുടെ സൈലൻസർ റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൗണ്ടിൽ എത്രത്തോളം ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ചെക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ടൊരു ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.